ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമ്പോൾ മാത്രം ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടുന്നതിൽ അർത്ഥമില്ല. കേരള ടുഡേയിലെ എഡിറ്റോറിയൽ സ്റ്റാഫിന്റെ ആക്ടിവിറ്റീസ് അവരവരുടെ ഡെസ്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. സോഷ്യൽ കോസിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമാണ് നമ്മളെന്ന കാര്യം ഇവിടെ എല്ലാവരും വിസ്മരിക്കുന്നു. ഓരോ തരത്തിലുള്ള ഈഗോ ക്ലാഷ്, ഫ്രസ്ട്രേഷൻസ്, ചുരുക്കി പറഞ്ഞാൽ ഒരു ഈസി ഗോയിങ് ആറ്റിറ്റ്യൂഡാണ് ഇവിടെ എല്ലാവർക്കും ഉള്ളത്. സർ, ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ആവശ്യമില്ലാത്ത ഓരോ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ തുടങ്ങിയാൽ അത് വർക്ക് ചെയ്യാനുള്ള ഞങ്ങളുടെ സ്പിരിറ്റിനെ നശിപ്പിക്കും. തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം മാനവൻ എനിക്ക് തന്നിട്ടുള്ളതാണ്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല വെച്ചാൽ സോറി സാർ, എന്റെ സബോർഡിനേറ്റ്സിന്റെ റബ്ബർ സ്റ്റാമ്പ് ഇവിടെ കഴിയാൻ എനിക്ക് താല്പര്യമില്ല. സുപ്പീരിയേഴ്സ് എന്നും സബോർഡിനേറ്റ്സ് എന്നുള്ള വേർതിരിവ് സാർ ആദ്യം അവസാനിപ്പിക്കണം. വേണ്ട, നിങ്ങളെയൊക്കെ ഓച്ചാനിച്ചെന്നുള്ള ഞാൻ എന്താ ഓവറായിട്ട് ഭരിക്കാൻ വന്നത്? ഇങ്ങനെ പരസ്പരം വിഴുപ്പലക്കാനുള്ള ഒരു വേദിയല്ല ഇത്. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്, അത് ഗുരുതരമാക്കാനല്ല. എഡിറ്റോറിയൽ സ്റ്റാഫിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന നിലയ്ക്ക് ഞാൻ പറയാം, സാർ എടുക്കുന്ന ഏത് തീരുമാനവും അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഐ സെക്കൻഡ് ഇറ്റ് സർ. പിന്നെ ഇനിയുള്ള കാലങ്ങളിൽ പോളിസി മാറ്റർ തീരുമാനിക്കുമ്പോൾ എഡിറ്റോറിയൽ സ്റ്റാഫിന്റെ അഭിപ്രായവും കണക്കിലെടുക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. കൈമൾ സാർ എന്ത് പറയുന്നു? സാറിന്റെ ഡിസിഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എങ്കിൽ എന്റെ ഒപ്പീനിയൻ ഞാൻ പറയാം. റെസ്പോൺസിബിൾ പോസ്റ്റിലിരിക്കുന്ന കൈമൾ സാറിനോട് എഡിറ്റോറിയൽ സ്റ്റാഫിൽ ആരെങ്കിലും അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഫീലിംഗ്സ് ഹർട്ട് ചെയ്തതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് കൺസേൺഡ് പാർട്ടീസ് അദ്ദേഹത്തിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. മേലിൽ അദ്ദേഹത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ നടപടികളെക്കുറിച്ചോ എന്തെങ്കിലും പരാതികൾ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് ത്രൂ പ്രോപ്പർ ചാനൽ മാനേജ്മെന്റിൽ എത്തിക്കണം. പിന്നെ മിസ് രഞ്ജിന് തയ്യാറാക്കിയ ഫീച്ചറിന്റെ സാമൂഹ്യ പ്രസക്തി കണക്കിലെടുത്ത് അത് പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകണമെന്ന് ഞാൻ കൈമൾ സാറിനോട് അപേക്ഷിക്കാം. എന്റെ അഭ്യർത്ഥന മാനിക്കാനുള്ള വിശാല മനസ്കത അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, ഈ ഫീച്ചർ ഉയർത്താവുന്ന വിവാദങ്ങളെക്കുറിച്ച് ഓർത്ത് ഭയക്കുന്ന ആളല്ല അദ്ദേഹം എന്നും എനിക്കറിയാം. സോ മിസ് രഞ്ജിനി, ഫീച്ചർ ഔട്ട്സ്റ്റാൻഡിംഗ് ആക്കാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിക്കോളൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ചെക്ക് പോസ്റ്റിലൂടെ ഒഴുകുന്ന കോടികൾ, സ്പിരിറ്റ് കേസിൽ ഉന്നതന്മാർക്കുള്ള പങ്ക് വ്യക്തമാക്കിക്കൊണ്ടുള്ള ലേഖന പരമ്പര ഉടനെ ആരംഭിക്കുന്നു. എന്റെ ഗുരുവായൂരപ്പ, ഞാനിനി എന്ത് ചെയ്യും? സ്പിരിറ്റിനെ കുറിച്ചുള്ള ലേഖനം പത്രത്തിൽ അടിച്ചു വന്നാൽ ആദ്യം തെറിക്കുന്നത് എന്റെ കസേരയാ. ശർമാജിക്ക് അറിയാമല്ലോ, മുഖ്യനും ഗ്രൂപ്പും ഏത് വിധത്തിൽ എന്നെ ഒതുക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മതിയാക്കടോ, താൻ വേവലാതിപ്പെടുന്നത് തന്റെ ഇപ്പോഴത്തെ പൊസിഷനെ കുറിച്ചാ. മന്ത്രി കസേര, അധികാരം, ഇതൊക്കെ തനിക്ക് ഉണ്ടാക്കി തന്നത് ഞാനാ. അപ്പൊ അത് നഷ്ടപ്പെടാതെ നോക്കാനും എനിക്കറിയാം. സാർ, കൈമൾ വന്നിരിക്കുന്നു, വിളിക്കട്ടെ? ഇരിക്കണം. വേണ്ട സാർ, ഞാനിവിടെ ഒന്നോളാം. എടോ കൈമളെ, നാണമില്ലടോ തനിക്ക് ആ കസേരയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ? ചീഫ് എഡിറ്റർ പോലും. ഞാൻ രാജിവെക്കാൻ പോയപ്പോ ശർമാജി അല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? ഏത് കഴുതയ്ക്കും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാ ഈ രാജി. കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി നീക്കാൻ കഴിയണം. അവിടെ അമെടുക്ക്. മാനേജ്മെന്റിനെ മറികടന്ന് സ്റ്റാഫിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? എല്ലാം എം ഡിയുടെ തീരുമാനങ്ങളാ. തനിക്കൊക്കെ ഇത്തരം മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ എളുപ്പം രക്ഷപ്പെടാം. എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്റെ കസേരയാ. ഒന്ന് നിർത്തടോ തന്റെ ഒരു കസേര. എന്റെ ബലമായ സംശയം എനിക്കെതിരായിട്ട് ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ടെന്നാ. ആ റാവുത്തർ കാശ് കൊടുത്ത് നമ്മുടെ ആൾക്കാരിൽ പലരെയും വിലക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ജയചന്ദ്രനെയും രഞ്ജിനിമേനെയും ഇൻഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അവരാ. ശത്രുവേത് മിത്രമേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ. ഇനി തന്നെയും ആ റാവുത്തർ വിലക്ക് വാങ്ങിച്ചിരിക്കുകയാണോടോ? അത് ശരി. ഈ വിവരം പറഞ്ഞു തന്നതിന് ശർമാജി എന്നെ തന്നെ സംശയിച്ചല്ലോ. വിവരം പറഞ്ഞു തന്നതുകൊണ്ട് സംശയിക്കേണ്ടെന്ന് ശർമാജി കരുതുന്നില്ല. അത് ഒരു പക്ഷേ അതിബുദ്ധിയുടെ ലക്ഷണമാവാം.
എന്തും ഞാൻ സഹിക്കാം, പക്ഷെ ഈ ഒറ്റുകൊടുക്കലുണ്ടല്ലോ, ആ അതുപോട്ടെ. ഈ വിശ്വനാഥനെ കയ്യിലെടുക്കാൻ എന്താ ഒരു മാർഗം? അങ്കിൾ ഇത് മോക്ക് വേണ്ടി കൊണ്ടുവന്നതാ. മോളുടെ പേരെന്താ? അനുമോളുടെ ഡാഡി അകത്തുണ്ടോ? ആ, നമുക്ക് ഡാഡി ഒന്ന് കാണാം. എങ്ങനെയുണ്ട്? റെക്കമെൻഡേഷൻ വേണ്ടി വന്നതാ. എന്താ മോൾ അങ്ങനെ ചോദിച്ചത്? പിന്നെ എന്തിനാ ഇത്? മിടുക്കി. അങ്കിളിന് മോളുടെ ഡാഡിയെ കൊണ്ട് ഒരു ചെറിയ കാര്യം സാധിക്കാനുണ്ട്. വണക്കം. ഡാഡി, ഇതെന്താ? എന്ത് രസാ ഈ അങ്കിള് തന്നതാ. മോള് പോയി കളിച്ചോ. ഇരിക്കാം. താങ്ക് യു. അല്ല, എന്റെ മനസ്സിലായി കാണുമല്ലോ. അറിയാം. ഞാൻ വന്ന കാര്യം അറിയാമായിരിക്കുമല്ലോ. ഇല്ല. നമ്മുടെ പത്രത്തിൽ എന്നെ കുറിച്ച് ഏതോ ലേഖന പരമ്പര തുടങ്ങാൻ പോകുന്നെന്ന് കേട്ടു. ചെക്ക് പോസ്റ്റിലൂടെ ഒഴുകുന്ന കോടികളെന്നോ ലക്ഷങ്ങളെന്നോ. അത് സ്പിരിറ്റിനെ കുറിച്ചല്ലേ? അതെങ്ങനെ മിസ്റ്റർ ശർമ്മയെ കുറിച്ചാവും? കൊള്ളാം, പത്രക്കാരന്റെ ക്ലാസിക് ജോക്ക്. ഞാൻ അല്പം തിരക്കിലാണ്. കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയി കാര്യങ്ങൾ പറഞ്ഞ കൊള്ളാം. നമ്മൾ രണ്ടുപേരും ചെയ്യുന്നത് ബിസിനസ്സാ. കേരള ടുഡേക്ക് വേണ്ടി ഒരുപാട് പരസ്യങ്ങളും സപ്ലിമെന്റുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നവനായി ഈ ശർമാജി. ആ എന്നെ തന്നെ തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ ദ്രോഹിക്കാൻ ഞാൻ എന്ത് അപരാധമാണ് നിങ്ങളോട് ചെയ്തത്? ഒരിക്കലും ഒരു വ്യക്തിയെ ദ്രോഹിക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം അല്ലത്. തികച്ചും ജനനന്മയാണ് ഞങ്ങളുടെ പത്രത്തിന്റെ പോളിസി. പോളിസിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ സാറേ? എന്തിനാ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ കുത്തിപ്പൊക്കി നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതിനി പത്രത്തിൽ അടിച്ചു വരിക, ജനങ്ങളത് വായിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അത് മന്ത്രിസഭയുടെ നിലനിൽപ്പിനെയും എന്റെ നിലനിൽപ്പിനെയും ബാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ മെനക്കേടാ. പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്യാന്നുള്ളതിന് എനിക്ക് തന്നെ ഒരു രൂപം ഉണ്ടാവില്ല. മിസ്റ്റർ ശർമ്മ, ഞങ്ങളുടെ പത്രത്തിൽ എന്തെഴുതണം എന്തെഴുതാതിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാ. പിന്നെ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ അടിയറവ് പറയുന്ന ഒരു പാരമ്പര്യമല്ല ഞങ്ങൾക്കുള്ളത്. അപ്പോ ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അല്ല, ഏറ്റുമുട്ടാൻ വന്നാൽ തിരിച്ചടിക്കാൻ മടിക്കില്ല എന്ന് വ്യക്തമാക്കിയതാ. അറ്റ് എനി കോസ്റ്റ് ഈ ലേഖന പരമ്പര എന്റെ പത്രത്തിൽ വന്നിരിക്കും. ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും തനിനിറം ഞാൻ പുറത്തു കൊണ്ടുവരും. യു ക്യാൻ ഗോ. മോളെ, ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അങ്കിൾ പോട്ടെ മോളെ.
രഞ്ജിനി വന്നില്ലേ? ഇല്ല, വന്നില്ല. നേരത്തെ എത്താമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഒന്ന് രണ്ട് മാറ്റർ ഒഴിവാക്കിയാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഫോട്ടോസ് എല്ലാം ഉൾക്കൊള്ളിക്കണം. സാർ, ആ, സാറിനൊരു ഫാക്സ് മെസ്സേജ് വന്നിട്ടുണ്ട്. എവിടുന്നാ? അത് പറഞ്ഞിട്ടില്ല. അടുത്ത മെസ്സേജ് റിസീവ് ചെയ്യാൻ തയ്യാറായി നിൽക്കണമെന്ന് മാത്രമേ അതിലുള്ളൂ. To Kerala Today staff for their kind attention. മിസ് രഞ്ജിനി മേനോൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. സ്പിരിറ്റിനെ കുറിച്ചുള്ള ഫീച്ചർ പത്രത്തിൽ അടിക്കുന്നത് നിർത്തിവെക്കുക. ഞങ്ങൾക്കെതിരെ നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ രേഖകളും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കൈമാറുക. ഈ വ്യവസ്ഥകൾ സ്വീകാര്യമല്ലെങ്കിൽ മിസ് രഞ്ജിനി മേനോൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കറുത്ത ബോർഡറോടെ ലേഔട്ട് ചെയ്യാൻ തയ്യാറാകുക. സൂസൻ, സ്പിരിറ്റിനെ കുറിച്ചുള്ള സപ്ലിമെന്റ് എല്ലാവർക്കും നിർത്തിവെക്കാൻ പറയും. എന്താ സാർ? സഹപ്രവർത്തകയോടുള്ള സ്നേഹം നമുക്കിപ്പോ അറിയാം. പിന്നെ കുട്ടി കരുതുന്നത് പോലെ ശർമാജി അത്ര ദുഷ്ടനല്ലെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഏതെല്ലാം രീതിയിൽ എനിക്ക് ടോർച്ചർ ചെയ്യാമായിരുന്നു. ഇനിയിപ്പോ കുട്ടിയെ കൊല്ലേണ്ടി വരികയാണെങ്കിൽ തന്നെ ഏറ്റവും കുറച്ച് വേദന അനുഭവിക്കേണ്ട രീതിയെ ഞാൻ ചൂസ് ചെയ്യൂ. ഈ സൈനൈഡ് ഗുളികൾ എങ്ങനെ ഉണ്ടാവും? പത്രം അച്ചടിക്കുന്നവ നിർത്തിവെച്ചു. വെരി ഗുഡ്. നമ്മളെ പോലെ ദുഷ്ടന്മാരല്ലവര്. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വില അവർക്കറിയാം. കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാതെ പോകുന്നു അല്ലേ? ഒട്ടും ഡിപ്രസ്ഡ് ആവരുത്. വേറെ സെൻസേഷണൽ വാർത്തകൾ ഞാൻ തരാം. ശർമാജി, പത്രത്തിന്റെ പ്രിന്റിംഗ് ഞങ്ങൾ നിർത്തിവെച്ച് കഴിഞ്ഞു. മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാം റെഡിയാണ്. രഞ്ജിനെ വിട്ടു തരുമ്പോൾ നിങ്ങളെ ഏൽപ്പിക്കാം. ഇവിടെ കൊണ്ടുപോ. എന്തായാലും ശർമാജി,
ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വരൂ, അകത്തേക്കിരിക്കാം. സാറിന്റെ രാവിലെ ഒന്നുമില്ല, ഇന്ന് സൺഡേ അല്ലേ, ഒരു കാഷ്വൽ വിസിറ്റ് ആകാമെന്ന് കരുതി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ജോയിൻ ചെയ്തല്ലേ? കൺഗ്രാജുലേഷൻ. താങ്ക് യു. വേണുവിനോടാവുമ്പോ ഒരു മുഖവരോടെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഞാനൊരു മാരേജ് പ്രപ്പോസലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. എന്റെ മോൾക്കൊരമ്മയെ ഞാൻ രഞ്ജിനിയിൽ കണ്ടിരുന്നു. രഞ്ജിനിയുടെ സ്മാർട്ട്നെസ് മിസ്റ്റർ ജയചന്ദ്രനെ വളരെയധികം ഇംപ്രസ് ചെയ്തിരുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. പക്ഷേ രഞ്ജിനിയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണികൃഷ്ണന്റെ താല്പര്യം എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. പക്ഷെ ഇക്കാര്യത്തിൽ അത് മാത്രം പോരല്ലോ. രഞ്ജിനിക്ക് ഉണ്ണികൃഷ്ണനോട് താല്പര്യമുണ്ടോ എന്ന് കൂടി അറിയണ്ടേ? അറിഞ്ഞു. അത് ഈ എളിയ പത്രപ്രവർത്തകന്റെ അതിവിദഗ്ധമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രം വെളിവായ രഹസ്യമാണ്. എന്റെ എത്ര ബുദ്ധി നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറഞ്ഞോ? കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോ എല്ലാവരും ഒരുമിച്ച് വന്ന് ഉണ്ണിക്ക് വേണ്ടി ഒരു പ്രപ്പോസൽ നടത്താൻ തീരുമാനിച്ചു. ആക്ച്വലി ഈ ഡിസേർവ്സ് ഇറ്റ്. ഉണ്ണികൃഷ്ണൻ എഴുന്നേക്കൂ. ജേർണലിസ്റ്റ് ദമ്പതികൾക്ക് ഞങ്ങളുടെ എല്ലാവിധ മംഗളാശംസകളും. സമ്പ്രതി വാർത്താഹ പ്രസൂതേന്താഹി സർവ മംഗളാനുഭവന്തു.